ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും വിഷുവും കാര്യങ്ങളൊക്കെ? എന്തായാലും ഞങ്ങളുടെ വിഷു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല അടിപൊളിയായിട്ട് ആഘോഷങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങളുടെ വിഷു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ടു. അമ്മമ്മ ഇതാ നേരെ അടുക്കളയിലോട്ട് വിട്ടിട്ടുണ്ട് സദ്യ പരിപാടികൾക്ക് വേണ്ടിയിട്ട്. ഞാൻ പിന്നെ കുറച്ച് നേരം മേലെ പോയിട്ട് ബാക്കിയുള്ളവരൊക്കെ പടക്കം പൊട്ടിക്കണം ഇങ്ങനെ നോക്കിയിരുന്നു. കാര്യം ഞങ്ങളുടെ പടക്കം ഓൺ ദി വേ ആണ്. നമ്മുടെ വീട്ടിൽ തറവാട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാപ്പനും ഏട്ടനൊക്കെ വരുമ്പോൾ വേണം പടക്കം കൊണ്ട് വരാൻ, എന്നിട്ട് വേണം ഒന്ന് പൊട്ടിക്കാൻ. പിന്നെ ഞാനൊരു ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് താഴോട്ട് പോയി നോക്കുമ്പോഴത്തേക്ക് അമ്മമ്മ ഇതാ നമ്മുടെ സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ ഒരുപാട് സ്റ്റെപ്പ് മുന്നിലെത്തി. പിന്നെ ഒട്ടും ലേറ്റാക്കാണ്ട് ഞാനും കയറി അമ്മമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മമ്മയ്ക്ക് വീഡിയോ എടുക്കുന്നത് തീരെ ഇഷ്ടമില്ല. അത് അമ്മമ്മ ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നെ വീഡിയോ എടുത്താലേ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അമ്മമ്മേൻ്റെ വീഡിയോ എടുത്തില്ല, ഇങ്ങനെ കൈകൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അത് കൈ എടുക്കുന്നതിന് അമ്മമ്മക്ക് കുഴപ്പമില്ല. ഞങ്ങളുടെ സദ്യയിലെ വെജീസ് മാത്രമല്ല കേട്ടോ, നോൺ വെജ് ഐറ്റംസും ഉണ്ടാവും. ഇപ്രാവശ്യം ചിക്കനും പോർക്കും ഫിഷും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ദിവസം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ തലേ ദിവസമേ ചിക്കനും പോർക്കും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഞാൻ ആക്കിയതാണ് കേട്ടോ. ഞാനിങ്ങനെ എന്താ പറയുക, ചിക്കൻ തോരൻ എന്ന രീതിക്ക് ഒന്ന് ട്രൈ ചെയ്തതാണ്. ഫ്രൈ ഒക്കെ ആക്കിയിട്ട് കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പോർക്ക് അമ്മമ്മ ഉണ്ടാക്കി. പിന്നെ പിറ്റേ ദിവസമാണ് ബാക്കിയുള്ള സദ്യൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത്, അതായത് വിഷുവിൻ്റെ അന്ന്. അപ്പോൾ മെയിൻ ഐറ്റം എന്താ, നമ്മുടെ പായസം. അപ്പോൾ അമ്മമ്മ എന്നോട് പറഞ്ഞു, നീ വേറെ ഒന്നും ചെയ്യേണ്ട, ആ പായസം ഒന്ന് ഇളക്കി തന്നാൽ മതി, അടുക്കി പിടിക്കാതെ ഒന്ന് ഇളക്കി തന്നാൽ മതി, കാരണം അതിന് തന്നെ നല്ല ടൈം എടുക്കുമല്ലോ. പിന്നെ എൻ്റെ പരിപാടി അത് തന്നെയായിരുന്നു, ഫുൾ ടൈം. ഇവിടെയാണെങ്കിൽ പായസം രണ്ട് രീതിക്കാണ് ഉണ്ടാക്കിയത്, പഞ്ചസാര ഇട്ടിട്ടും ബെല്ലം ഇട്ടിട്ടും. കാരണം ചിലവർക്ക് പഞ്ചസാര, ചിലവർക്ക് ബെല്ലം, അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ആ രണ്ട് രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഇങ്ങനെ ഫുൾ ടൈം ഇളക്കുന്നതിനിടയിൽ കുറേ ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഉല്ലസിച്ചായിരുന്നു എൻ്റെ പരിപാടികളൊക്കെ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അമ്മമ്മ എല്ലാം ബാക്കിയുള്ള ഡിഷസൊക്കെ ഓൾമോസ്റ്റ് റെഡിയാക്കി കഴിഞ്ഞു എന്ന് വേണം പറയാൻ. പിന്നെ പായസവും കൂടെ വാങ്ങി വെച്ചപ്പോഴത്തേക്കും മിതാൻ്റെയും അമ്മയൊക്കെ വന്നാൽ പിന്നെ അടുക്കളയിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ അടുക്കളൻ്റെ പരിസരത്ത് പോലും പോയിട്ടുണ്ടായിരുന്നില്ല, ബാക്കി മുഴുവൻ ഇവരായിരുന്നു ചെയ്തത്. ഞാൻ പിന്നെ വേഗം പോയി കുളിച്ച് വിഷുക്കോടിയൊക്കെ കൊടുത്ത് പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. അന്നക്കുട്ടി ഉണ്ടായിരുന്നു, അപ്പം ഞാനും അവളും കൂടെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല കോമഡി ആയിരുന്നു. അതൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ടൈം പോയി. എന്താ പേര്? മിൻമിനി. മിന്നാമിനിങ്ങോ? മിൻമിനി. ചിമ്മിനി അല്ല, മിൻമിനി ആള് കൊള്ളാലോ. ആഹാ, നോക്കൂ എന്തോരം ഐറ്റംസ് ആ വാഴയിലെന്ന്. അങ്ങനെ ആ വാഴയിലേക്കകത്ത് ഇത്രയധികം തോരനും കറികളും പോർക്കും ഫിഷും എല്ലാം കൂടെ വെച്ച് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല പായസമായിരുന്നു. അമ്മമ്മയാണെങ്കിൽ സദ്യ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അത്ര മോശമല്ല, അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ച് കഴിച്ചു. പിന്നെ എൻ്റെ മെയിൻ പരിപാടിയായിരുന്നു സാരി ഉടുക്കൽ. നല്ല സാരിയൊക്കെ കൊടുത്ത് മലയാളി തനിമയിലൊരു ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഞാൻ വലിയ സാരിയൊക്കെ കൊടുത്ത് ഹെയറൊക്കെ സ്ട്രൈറ്റൻ ചെയ്ത് സാരിയൊക്കെ കൊടുത്തേ. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ എല്ലാം കൊടുത്ത് റെഡി ആയി വന്നപ്പോഴത്തേക്കും നല്ല അസലായിട്ട് മഴ പെയ്തപ്പം പിന്നെ നമുക്ക് ഫോട്ടോസൊന്നും എടുക്കുമ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ മൂടൊക്കെ അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ വലിച്ചു ചാടി. വീണ്ടും ഞങ്ങൾ എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞങ്ങിയിരുന്നു. സാരി ഉടുത്ത് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, നല്ല സങ്കടമുണ്ട് എനിക്ക്. പിന്നെ എപ്പോഴെങ്കിലും പറ്റും. നമ്മുടെ പരിപാടി വന്നിട്ട് പടക്കം പൊട്ടിക്കില്ലായിരുന്നു ഗൈസ്. പടക്കം ഇല്ലാതെ എന്ത് വിഷു അല്ലേ. അപ്പം വന്നപ്പോഴത്തേക്ക് ഇഷ്ടംമാതിരി പടക്കം കൊണ്ടായിരുന്നു വന്നത്. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇരുന്ന് പൊട്ടിക്കാൻ തുടങ്ങി. പടക്കം ഇല്ലാതെ എന്ത് വിഷു. മനസ്സേ ആസ്വദിക്കൂ ആവോളം. ഇപ്പൊ കേട്ട മാലപ്പടക്കം ഞങ്ങൾ ശരിക്കും പറ്റിച്ചു ഗൈസ്. 1000 ഉണ്ടെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്, പക്ഷെ ഒരു 100 ഉണ്ടെങ്കിൽ പൊട്ടിയോ എന്നുള്ളത് സംശയമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പൊട്ടിച്ചായിട്ടാണ് നമ്മുടെ സ്കൈ ഷോട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീട്ടിലകത്തുണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ ഞങ്ങൾ വലിച്ച് പുറത്തെടുത്തു. അത്രയും നാളെ ഞങ്ങൾ പിള്ളേർ സെറ്റും ആപ്പിനും മാത്രമായിരുന്നു പടക്കം പൊട്ടിച്ചുകൊണ്ടിരുന്നത്. അമ്മമ്മേനെയും ഒക്കെ വലിച്ച് പുറത്തിറക്കി. സ്കൈ ഷോട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ വന്നു, കാണാൻ നല്ല രസമാണല്ലോ. പിന്നെ നമ്മുടെ തറവാട്ടിലെ ആഘോഷ പരിപാടികൾക്കൊക്കെ സമാപനം കൊടുക്കാം ഈ സ്കൈ ഷോട്ടോട് കൂടി. പക്ഷേ നമ്മുടെ വിഷു ആഘോഷം കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് ഡേ എൻ്റെ വീട്ടിലായിരുന്നു ആഘോഷം. സാധാരണ എപ്പോഴും തലേ ദിവസം എൻ്റെ വീട്ടിലും വിഷുവിൻ്റെ അന്ന് അമ്മമ്മ വീട്ടിലും അങ്ങനെയായിരുന്നു ആഘോഷം നടക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് തലേ ദിവസം ആഘോഷിക്കാനൊരു സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങളത് പിറ്റേ ദിവസത്തേക്ക് മാറ്റി. അപ്പോൾ അടുത്ത ദിവസം എൻ്റെ വീട്ടിലായിരുന്നു. അടുക്കളേൻ്റെ പരിസരത്ത് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് പോയത്. സദ്യ ഒന്നും ആയിരുന്നില്ല, ബിരിയാണി ആയിരുന്നു. ഇത്രയും പേരുള്ളപ്പം ഞാൻ എന്തിന് വെറുതെ അവിടെ പോയി നിൽക്കണം. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ കുട്ടി ഇങ്ങനെ മേലേക്ക് പോയിരുന്ന് ഇങ്ങനെ പറയായിരുന്നു. തലേ ദിവസം ഇതേ സമയത്ത് ഞാൻ നല്ല സാരി കൊടുത്ത് ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ പെരുമഴ. ഞാനൊരു പൊട്ടക്കോലത്തിൽ നിൽക്കുന്ന സമയത്ത് നല്ല വെയിലും നല്ല സൂര്യപ്രകാശവും നല്ല പ്രകൃതി രമണീയതയും. അതങ്ങനെയല്ലേ വരൂ, നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ നശിപ്പിക്കാനായിട്ട്. എന്തായാലും വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആൽബിച്ചേട്ടനും മെൽബിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ഒരു ചാക്കല്ല, ഒരു വലിയ സഞ്ചിക്കത് നിറച്ചും പടക്കം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വിഷുവിൻ്റെ പിറ്റേ ദിവസം പൊട്ടിക്കാനായിട്ട് തന്നെ. അപ്പോൾ ആ പടക്കമൊക്കെ നിരത്തി പിടിച്ച് പൊട്ടിക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി. ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, മനസ്സേ ആസ്വദിക്കൂ ആ
നല്ല കോമഡി ആയിട്ടായിരുന്നു നമ്മുടെ എലിവാണം. കാരണം എലിവാണം എപ്പോൾ പൊട്ടുന്നോ, എവിടെ വെച്ച് പൊട്ടുന്നോ, എങ്ങനെ പൊട്ടുന്നോ ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ഒരു 10-30 എണ്ണം ഉണ്ടെങ്കിലും ഒരു 3-4 എണ്ണമാണ് മര്യാദയ്ക്കൊന്ന് മേലെ പോയി പൊട്ടിയത്. പക്ഷേ നമ്മുടെ മാലപ്പടക്കം ഇവിടെ നല്ല സെറ്റായിട്ട് പൊട്ടിയിട്ടുണ്ട്. 1000 എണ്ണത്തിൽ 1000 പൊട്ടിയില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കുറേ നേരം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ മാലപ്പടക്കം നമ്മളെ ചതിച്ചില്ല ഗൈസ്, അടിപൊളി. വിഷു ആഘോഷത്തിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് കിടക്കുമ്പോഴത്തേക്കും ഞങ്ങൾ സ്കൈ ഷോട്ടിലാണ് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വീട്ടിലെ മുറ്റത്ത് നിന്ന് പൊട്ടിക്കാൻ സുഖം ഉണ്ടാവില്ല, മേലെ പോയി രസം ഉണ്ടാകാത്തത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരെ ബണ്ടിലേക്ക് പോയി. ഞങ്ങളുടെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ബണ്ടുണ്ട്, അവിടെ പോയിട്ട് നല്ല വിശാലമായ സ്ഥലത്ത് നിന്ന് സ്കൈ ഷോട്ട് പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും സാധനം എടുത്ത് പോകുന്ന പോക്കാണ് കേട്ടോ ഇത്. അവിടെ ചെന്ന് സ്കൈ ഷോട്ട് പൊട്ടിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചെന്നറിയോ, ആദ്യം നമ്മൾ വലിയ കാര്യത്തിൽ കത്തിച്ച് വിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു 60 എണ്ണത്തിന് 60 ഷോട്ടായിരുന്നു കേട്ടോ. ആദ്യം ഒരു 10-32 എണ്ണം പൊട്ടി അവിടെ നിന്ന്. പിന്നെ പൊട്ടിയില്ല ഗൈസ്. പിന്നെ ബാക്കിയുള്ള 12 എണ്ണത്തിന് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കുറേ നേരം അതിങ്ങനെ തീ പിടിച്ച് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തായാലും അവസാനം എല്ലാം പൊട്ടി. പക്ഷേ എന്താ പറയുക, ഒറ്റ സ്ട്രെച്ചിന് ആ 60 എണ്ണം പൊട്ടുന്നത് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും അവസാനിപ്പിച്ചല്ലോ. അല്ലാതെ ഇപ്പം എന്ത് പറയാനാ, പിന്നെ പടക്കമല്ലേ, ചിലതൊക്കെ പൊട്ടും ചിലതൊക്കെ ചീറ്റും. പിന്നെ ഇതെന്തായാലും പൊട്ടിയല്ലോ, അതാണ് ഞങ്ങൾ സമാധാനിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് എൻ്റെ വിഷു ആഘോഷങ്ങൾ. 2 ദിവസം നീണ്ടു നിന്ന ആ വിഷു ആഘോഷം ഭക്ഷണത്തോടു കൂടി ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു വിഷു എന്നൊക്കെ എല്ലാവരും പറയൂ. എൻ്റെ വിഷു ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ബിലോ. ടാറ്റാ ബൈ. രാത്രി പുത്തിരി പുഞ്ചിരിച്ചപ്പോ